ദൈവത്തോട് നാം ആരാധന അർപ്പിച്ചു. ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു. ഒത്തിരി നല്ല കാര്യങ്ങൾ ദൈവം ചെയ്തതിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് മുട്ടിപ്പായിട്ട് ആ ഈശ്വരനോട് വരും വർഷത്തേക്ക് വേണ്ടിയുള്ള ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ സമാഹരണമായിട്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തോടൊപ്പം നാം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ അവസരത്തിൽ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ദൈവം ഒത്തിരി പേരിലൂടെ നമുക്ക് അനുഗ്രഹം പ്രകാശിച്ചു. ബഹുമാനപ്പെട്ട റോബർട്ടച്ചനെ ഈ അവസരത്തിൽ ഈ സമൂഹം നന്ദിയോടെ സ്മരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം ആധ്യാത്മിക നേതൃത്വം നൽകിയതിനും ഉപദേശത്തിനും ബലിയർപ്പണങ്ങൾക്ക് എല്ലാത്തിനും, അതുപോലെ തന്നെ കമ്മിറ്റിയെന്നോ കമ്മിറ്റി അംഗങ്ങളില്ലാത്തവരെന്നോ നമ്മുടെ സമുദായത്തിലെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സഹകരിച്ച് നിങ്ങൾ ഓരോരുത്തരെയും സ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വർഷം ഗായക സംഘം കൊയർ തങ്കക്കുട്ടൻ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് ആരാധനയ്ക്ക് ഉതകത്തക്ക രീതിയിൽ ഗാനങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ത്യാഗം അതിൻ്റെ പിന്നിലുണ്ട്. വെറുതെ ഒരു ശനിയാഴ്ച വന്ന് പാടുന്നതിലല്ല, ഒത്തിരി പ്രാക്ടീസും അതൊക്കെ ചെയ്ത് തങ്കക്കുട്ടനും എല്ലാ ഗായക സംഘങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന ദിവസം ക്രിസ്മസ് പാൻഷൻ്റെ അവതരിപ്പിച്ച മാതാവിനും ഔസേപിതാവിനും ഉണ്ണിയേശുവിനും മാലാഖമാർക്കും ഗബ്രിയേൽ മാലാഖയ്ക്കും ആട്ടിടയന്മാർക്കും 3 രാജാക്കന്മാർക്കും പ്രത്യേകം നന്ദിയും അനുമോദനവും. അവരെ വളരെ താങ്ക് യു സോ മച്ച്. പകുതി ആട്ടിടയന്മാരും മാലാഖമാരും ഒക്കെ പോയെന്ന് തോന്നുന്നു. ഓക്കെ. അതുപോലെ അവരുടെ മാതാപിതാക്കൾ ഒക്കെ ഒത്തിരി സഹകരിച്ച് താങ്ക് യു. ഈ ഒരു വർഷക്കാലത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായിട്ട് കമ്മിറ്റി അംഗങ്ങൾ ഒത്തിരി സഹകരിച്ചു നിന്നു. ക്രിസ്മസ് കാരലിനും ഈ ഒരു പുതുവർഷ ആഘോഷ പരിപാടികൾക്കുമൊക്കെ ആരുടെയും പേര് എടുത്ത് പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, കമ്മിറ്റികൾ ഒത്തിരി സഹകരിച്ച് താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ദിവ്യബലിക്ക് ശേഷം നമ്മൾ താഴെ ഒരു ഡിന്നർ തയ്യാറാക്കിയിട്ടുണ്ട്. ദയവീത് എല്ലാവരും താഴെ ഹാളിൽ ഡിന്നറും കൂടെ സംബന്ധിച്ചിട്ട് വേണ്ടിയിട്ട് പോകാവുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സാധാരണ എല്ലാ വർഷവും നാം ഡിന്നറിന് ശേഷം മിഡ്നൈറ്റ് ആകുന്നത് വരെ പുതുവർഷത്തെ സ്വീകരിക്കാനായിട്ട് കലാപരിപാടികളും മറ്റാവശ്യങ്ങളുമൊക്കെ നാം സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വർഷം നാം പൊതുവായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ തീരുമാനമെടുത്ത് ആഘോഷങ്ങളൊന്നും വേണ്ട, ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പോയി ഡിന്നർ കഴിക്കും, നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം എന്ന ഒരു തീരുമാനമെടുത്തു. അത് ആദരിച്ചുകൊണ്ട് നമുക്കത് പാലിക്കാം. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സുഖമില്ലാതെ കിടക്കുന്ന എല്ലാവരെയും ഓരോ ദിവസവും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ജൂഡ് ഇന്ത്യയിലേക്ക് പോയി. ജൂഡിൻ്റെ പിതാവിൻ്റെ വളരെ അത്യാഹിത നിലയിലാണ്. ജൂഡിൻ്റെ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് അങ്കിള് കുറച്ച് നാളായിട്ട് ആരോഗ്യസ്ഥിതി മോശമായിട്ടിരിക്കുന്നു. ഫ്രാൻസിസ് അങ്കിളിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ
ഒത്തിരി വേദനിപ്പിച്ചത് അപ്രതീക്ഷിതമായിട്ട് ജെറിയുടെ അസുഖമാണ്. പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ ഒരു പക്ഷേ ഇന്ന് നമുക്ക് നന്ദിയോടെ ഓർക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് മറക്കാൻ പാടില്ല. ഇനിയും ഒത്തിരി അധികം ചികിത്സയും ആരോഗ്യവുമൊക്കെ പ്രാപിക്കാനുണ്ടെങ്കിലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഒരുവിധമൊക്കെ അത്ഭുതമാണ്. കണ്ണു തുറക്കാനും മറ്റുള്ളവരെയൊക്കെ ഒരുവിധമൊക്കെ മനസ്സിലാക്കാനുമൊക്കെയുള്ള ശക്തി. ബിന്ദു ഇവിടെ ഇരിപ്പുണ്ട്, എമി, ക്രിസ്, ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇവിടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഞങ്ങളിത് കാണുകയാണ്. കാരണം ജെറി ഒരാശുപത്രിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമൂഹത്തോടൊത്ത് പ്രാർത്ഥിക്കാൻ സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. സോ താങ്ക് യു ബിന്ദു. ബിന്ദുവും എമിയും ക്രിസും ഫാമിലി മുഴുവൻ ഒത്തിരി നമുക്ക് മാതൃകയായിട്ട്, വിശ്വാസത്തിന് മാതൃകയായിട്ട് നിന്നു. സോ താങ്ക് യു. വിൽ കീപ് പ്രേയിങ് ഫോർ യു, പ്രേയിങ് ഫോർ യുവർ ഫാമിലി, praying for Jerry, and I know next year he will be leading this New Year's Eve. Okay, so that's God's word. He will be leading us. So we'll wait for that miracle. Up until, let us have the patience. Enduringly, let us keep our faith as a community. We keep praying. Thank you. അച്ഛൻ്റെ അവസാനത്തെ ആശീർവാദത്തിന് ശേഷം let us go downstairs and enjoy the dinner. And once again, wish you all a very blessed, fruitful, healthy, happy, and more importantly, peaceful New Year to you and your family. God bless. Thank you.